നൂർസ്വയമായിട്ടൊന്ന് പരിചയപ്പെടുകയും. ഞാൻ നടത്തുകൈക്കാരൻ ജോസ് ചാതേജു. തിരുനാളിലെ ജനറൽ അങ്ങനെ തന്നെയാണ്. പബ്ലിസിറ്റി കൺവീനർ വർക്കിംഗ് പ്ലാത്തോട്ടാണ്. പബ്ലിസിറ്റി കൺവീനർ. ഞാൻ ആളൂർ ഇടവകയുടെ കൈക്കാരൻ, പേര് ഡേവിസ് ഐക്കാരൻ. ഈ വരുന്ന 27, 28, 29 തീയതികളിലാണ് ആടൂർ സെൻറ്റ് ജോസഫ്സ് പള്ളിയുടെ തിരുനാൾ. സെൻറ്റ് ജോസഫ് പള്ളി എന്ന് പ്രത്യേകം പറയാൻ കാരണം തള്ളപ്പള്ളിയാണ്. അവിടുന്ന് 5 പള്ളികളെങ്കിലും തിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്നും 1200ഓളം കുടുംബങ്ങളുള്ള വലിയൊരു ഇടവകയാണ് ആടൂർ സെൻറ്റ് ജോസഫ് ഇടവക. അവിടുത്തെ ഏറ്റവും വലിയ പെരുന്നാൾ എന്ന് പറയാവുന്നതാണ് ഈ അമ്പ് തിരുനാൾ ആഘോഷം. 27, 28, 29 തീയതികളിൽ 27-ാം തീയതി അമ്പ് എഴുന്നള്ളിപ്പാണ്. അമ്പ് വീടുകളിലേക്ക് രാവിലെ മുതൽ വീടുകളിലേക്ക് എഴുന്നള്ളും. പിന്നീട് വൈകിട്ട് രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി അത് പള്ളിയിൽ സമാപിക്കുന്ന രീതിയിൽ. തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ തിരുക്കർമ്മങ്ങൾ, ഏറ്റവും ആഘോഷമായ തിരുക്കർമ്മങ്ങൾ രാവിലെ 10 മണിക്കാണ് അതിന് സന്ദേശമൊക്കെ. പിന്നീട് 3:30 മണിക്കും മറ്റൊരു കുർബാനയുണ്ട്. കുർബാനയ്ക്ക് ശേഷം ആഘോഷമായിട്ടുള്ള തിരുനാളിൻ്റെ പ്രദർശനം, ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി ഇടവക സമൂഹം മുഴുവൻ അണിനിരക്കുന്ന ഒരു പ്രദർശനമാണിത്. ഒരുപാട് മുത്തുകുടകളും പിന്നെ കുരിശുകളും മറ്റു കൊടികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഭക്തിസാന്ദ്രമായ പ്രദർശനമാണ്. പ്രദർശനം 7 മണിക്ക് സമാപിക്കും. അതിനുശേഷം ഒരു ചെറിയ പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്. അതിനുശേഷം മാനത്ത് വർണ്ണമഴ. 29-ാം തീയതി അങ്ങാടിയമ്പാണ്. എല്ലാ വർഷവും ഒരെണ്ണേ ഉണ്ടാവാറുള്ളൂ. ഈ വർഷം 2 അങ്ങാടിയമ്പുകൾ ഉണ്ട്. അവരും വളരെ ആഘോഷമായിട്ട് ഈ തിരുനാളിൻ്റെ സന്ദേശം കൊടുക്കുന്ന വലിയൊരു സംരംഭമാണ്. അതും രാത്രി 7 മണിക്ക് ആരംഭിച്ച് ഏകദേശം ഒരു 10 മണിയോടുകൂടി സമാപിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരും ക്രമീകരിക്കുന്നത്. ഈ തിരുനാൾ ആഘോഷം എല്ലാ ഇടവക്കാരുടെയും സഹായത്തോടെ സഹകരണത്തോടെ നടത്തപ്പെടുന്ന ഒരു തിരുനാളാണ്. സാമ്പത്തികമായിട്ടും ഇടവക്കാരും മുഴുവൻ സഹകരിച്ചിട്ടുള്ള ഒരു തിരുനാളാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇതിൽ നിന്ന് മിച്ചം വരുന്ന പണം ഞങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് ചെയ്തിരുന്നു. വീടില്ലാത്തവർക്ക് വീട്, വിവാഹ സഹായത്തിനുള്ളവർക്ക് അങ്ങനെ, ചികിത്സ സഹായം, അങ്ങനെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിൻ്റെ എന്തെങ്കിലും മിച്ചം വരുന്ന സംഖ്യ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ ഈ തിരുനാൾ ആഘോഷം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തള്ളപ്പള്ളി ആയതുകൊണ്ട് ഒരുപാട് പേര്, ബന്ധുക്കള്, മിത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവരൊക്കെ ഇതൊന്ന് അറിയണം, മീഡിയയിലൂടെ അത് കവറേജ് വരണം. എങ്കിലാണ് ഒരുപാട് പേർക്ക് അതിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്നും ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിനീതമായിട്ട് അപേക്ഷിക്കുകയും കൂടിയാണ്.